നമസ്കാരം. നൈസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്കായി MLAയുടെ ആസ്തി ഫണ്ടിൽ നിന്നും 1,35,00,000 രൂപ അനുവദിച്ചതായി മന്ത്രി AC മൊയ്തീൻ. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പഴഞ്ഞി സെന്റ് മേരീസ് ദേവാലയത്തിലെ കുരിശുപള്ളി പെരുന്നാൾ സമാപിച്ചു. കുന്നംകുളത്തെ ജവഹർ സ്ക്വയർ ഇൻഡോർ സ്റ്റേഡിയത്തിനകത്ത് വുഡൻ കോർട്ട് നിർമ്മാണം ആരംഭിച്ചു. മലങ്കര സഭാ തേജസ് ജോസഫ് മാർ ദിവന്യാസിയോസ് രണ്ടാമന്റെ 108ാം ഓർമ്മദിനം പെങ്ങാമുക്ക് പള്ളിയിൽ ആഘോഷിച്ചു. ചിറക്കൽ IG സ്കൂളിലെ മെറിറ്റ് ഡേ വ്യവസായിക വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിന് കീഴിലുള്ള സെന്റ് തോമസ് കുരിശുപള്ളിയുടെ പെരുന്നാളിന് കൊടികയറി. പ്രകൃതി സംരക്ഷണ കേന്ദ്രവും പയ്യൂർ ALP സ്കൂളും സംയുക്തമായി പ്രകൃതി സംരക്ഷണ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്കായി MLAയുടെ ആസ്തി ഫണ്ടിൽ നിന്നും 1,35,00,000 രൂപ അനുവദിച്ചതായി മന്ത്രി AC മൊയ്തീൻ. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്കായി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1,35,00,000 രൂപയുടെ ഭരണ അനുമതി ലഭിച്ചതായി മന്ത്രി AC മൊയ്തീൻ അറിയിച്ചു. വേലൂർ പഞ്ചായത്തിലെ തയ്യൂർ കുടിവെള്ള പദ്ധതിക്ക് 24 ലക്ഷം രൂപ, കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ പെങ്ങാമുക്ക് ലക്ഷം വീട് കോളനി കുടിവെള്ള പദ്ധതിക്ക് 13 ലക്ഷം രൂപ, അരുവായി കോട്ടോൾ റോഡ് വികസനത്തിന് 33 ലക്ഷം രൂപ, എരുവപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂൾ നിർമ്മാണത്തിന് 25 ലക്ഷം രൂപ, കടവല്ലൂർ കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂൾ കെട്ട് നിർമ്മാണത്തിന് 40 ലക്ഷം രൂപ എന്നിവയ്ക്കുള്ള ഭരണ അനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പഴഞ്ഞി സെന്റ് മേരീസ് ദേവാലയത്തിലെ കുരിശുപള്ളി പെരുന്നാൾ സമാപിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പഴഞ്ഞി സെന്റ് മേരീസ് പള്ളിക്ക് മുന്നിലുള്ള പരിശുദ്ധ കാട്ടുമങ്ങാട്ട് അബ്രഹാം മാർ കൂറിലോസ് ബാവായുടെ നാമധേയത്തിലുള്ള കുരിശുപള്ളിയുടെ പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ ദിനമായ ഇന്ന് രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് വികാരി ഫാദർ തോമസ് ചീരൻ മുഖ്യ കാർമ്മികത്വം നൽകി. തുടർന്ന് പ്രദക്ഷിണവും പൊതുസദ്യയും ഉണ്ടായിരുന്നു. നിരവധി വിശ്വാസികൾ പെരുന്നാൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. പെരുന്നാളിന് ട്രസ്റ്റി സക്കറിയ PK, സെക്രട്ടറി നെൽസൺ ചെറുവത്തൂർ എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് നേതൃത്വം നൽകിയത്. കുന്നംകുളത്തെ ജവഹർ സ്ക്വയർ ഇൻഡോർ സ്റ്റേഡിയത്തിനകത്ത് വുഡൻ കോർട്ട് നിർമ്മാണം ആരംഭിച്ചു. കുന്നംകുളം ജവഹർ സ്ക്വയർ ഇൻഡോർ സ്റ്റേഡിയത്തിനുള്ളിൽ വുഡൻ കോർട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഉത്തർപ്രദേശിൽ നിന്നുള്ള തൊഴിലാളികളാണ് കോർട്ട് നിർമ്മാണം നടത്തുന്നത്. ബാബു M പാലിശ്ശേരി MLAയുടെ കാലഘട്ടത്തിലാണ് ജവഹർ സ്ക്വയർ സ്റ്റേഡിയം ഇൻഡോർ സ്റ്റേഡിയം ആക്കുന്നതിനായി 1.5 കോടി രൂപയുടെ പദ്ധതി ആരംഭിച്ചത്. ജില്ലയിലെ പ്രധാന ബാസ്കറ്റ്ബോൾ കേന്ദ്രമായ കുന്നംകുളത്ത് നഗരസഭയാണ് ഇവിടെ ബാസ്കറ്റ്ബോൾ കോർട്ടും സ്റ്റേഡിയവും നിർമ്മിച്ചത്. ഓപ്പൺ സ്റ്റേഡിയത്തിന്റെ പിൻഭാഗം കടമുറികളായി ഉപയോഗിക്കുന്നതിലൂടെ നഗരസഭയ്ക്ക് വാടക ഇനത്തിൽ നല്ലൊരു തുകയും ലഭിക്കുന്നുണ്ട്. മഴയും വെയിലും കൊണ്ട് ഓപ്പൺ സ്റ്റേഡിയം നശിക്കുന്ന അവസ്ഥയിലാണ് സ്റ്റേഡിയത്തിനെ മേൽക്കൂര നിർമ്മിച്ച് ഇൻഡോർ സ്റ്റേഡിയം ആക്കുവാൻ തീരുമാനിച്ചത്. അഖിലേന്ത്യാ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റുകളടക്കം നടക്കുന്ന ജവഹർ സ്റ്റേഡിയത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ജില്ലയിലെ മനോഹരമായ ഇൻഡോർ സ്റ്റേഡിയമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് നിർമ്മാണ ജോലികൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. സ്റ്റേഡിയത്തിനകത്തെ പൊട്ടിപ്പൊളിഞ്ഞ ഗാലറികൾ സിമന്റ് തേച്ച് വൃത്തിയാക്കി. കോർട്ടിന് ചുറ്റും കോൺക്രീറ്റ് ചെയ്തു. വുഡൻ കോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. സ്റ്റേഡിയത്തിനകത്ത് ശബ്ദ വെളിച്ച സംവിധാനങ്ങളും വായു സഞ്ചാരവും ശരിയാക്കണം. കനത്ത ചൂടാണ് ഷീറ്റ് മേൽ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇതടക്കമുള്ള പ്രശ്നങ്ങൾ കരാറുകാരൻ പരിഹരിക്കുമെന്നാണ് കരുതുന്നത്. മലങ്കര സഭാ തേജസ് ജോസഫ് മാർ ദിവന്യാസിയോസ് രണ്ടാമന്റെ 108ാം ഓർമ്മദിനം പെങ്ങാമുക്ക് പള്ളിയിൽ ആഘോഷിച്ചു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പഴയ പള്ളിയിൽ മലങ്കര സഭാ തേജസ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസിയോസ് രണ്ടാമന്റെ 108ാം ഓർമ്മ പെരുന്നാൾ അതിവിപുലമായി ഭക്ത്യാദര പുരസ്സരം ആഘോഷിച്ചു. പരിശുദ്ധ ദിവന്യാസിയോസ് രണ്ടാമനാണ് പെങ്ങാമുക്ക് ദൈവാലയത്തിന്റെ സ്ഥാപകനെന്നും പരിശുദ്ധ യാക്കോബ് അബസ്കായുടെ തിരുശേഷിപ്പ് പള്ളിയുടെ മുൻപിലുള്ള കുരിശുപള്ളിയിൽ സ്ഥാപിച്ചത്. പരിശുദ്ധ പരിമല തിരുമേനിയും പുലിക്കോട്ടിൽ രണ്ടാമൻ തിരുമേനിയും ചേർന്നാണ് നിർവഹിച്ചത് എന്നും ചരിത്ര പുസ്തകങ്ങൾ രേഖപ്പെടുത്തി കാണുന്നു. പരിശുദ്ധ പിതാവിന്റെ മാതൃഭവനം പെങ്ങാമുക്കിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. പെരുന്നാൾ ശുശ്രൂഷകൾ ഇന്നലെയും ഇന്നുമായിട്ടാണ് പെങ്ങാമുക്ക് ഓർത്തഡോക്സ് പള്ളിയിൽ ആഘോഷിച്ചത്. ഇന്നലെ വൈകിട്ട് സന്ധ്യാ നമസ്കാരവും ഇന്ന് രാവിലെ പ്രഭാത നമസ്കാരവും വിശുദ്ധ കുർബാനയും തുടർന്ന് അനുസ്മരണ പ്രഭാഷണവും ധൂപ പ്രാർത്ഥനയും
ആശീർവാദവും നേർച്ച സദ്യയും നടത്തി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ കെ ഏലിയാസ്, ട്രസ്റ്റി ഗോഡ്സൺ സക്രിയ, കമ്മിറ്റി അംഗങ്ങൾ, ആത്മീയ സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം കൊടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM and Sons, Dindigul. Zone distributor Roja Agencies, Kunnamkuളം. Phone 9446 145776, 9446 145778. വാർത്തകൾ തുടരുന്നു. ചിറക്കൽ IG സ്കൂളിലെ മെറിറ്റ് ഡേ വ്യവസായിക വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ചിറക്കൽ IG സ്കൂളിലെ മെറിറ്റ് ഡേ വ്യവസായിക വകുപ്പ് മന്ത്രി ശ്രീ AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ചിറക്കൽ സംഗമ പാലസിൽ വെച്ച് നടന്ന മെറിറ്റ് ഡേയിൽ ട്രസ്റ്റ് ചെയർമാൻ ഷാജഹാൻ KC അധ്യക്ഷനായിരുന്നു. കഴിഞ്ഞ വർഷം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി മന്ത്രി AC മൊയ്തീൻ ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ AK അഷ്റഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിനെ കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ K ജയശങ്കർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീമതി ഗീത സതീശൻ, ശ്രീമതി കൗസല്യ, കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ശ്രീ MS മണികണ്ഠൻ, മാനേജർ അബ്ദുസലാം ഹാജി, വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു.
പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിന് കീഴിലുള്ള സെന്റ് തോമസ് കുരിശുപള്ളിയുടെ പെരുന്നാളിന് കൊടികയറി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ സെന്റ് തോമസ് കുരിശുപള്ളി പെരുന്നാളിന് തുടക്കം കുറിച്ച് വികാരി ഫാദർ ബാബു ചെറുവത്തൂർ കൊടിയുയർത്തി. കുരിശുപള്ളി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കത്തീഡ്രൽ ട്രസ്റ്റി ശ്രീ സുമേഷ് പി വിൽസൺ, സെക്രട്ടറി ബിനോയ് പി മാത്യു, കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ടി വി വിൽസൺ, ശ്രീ ജോസ്, കുരിശുപള്ളി പെരുന്നാൾ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ഷാജു കെ വി, സെക്രട്ടറി പീറ്റർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പള്ളിയിലെ രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് കുരിശുപള്ളിയിൽ കൊടിയുയർത്തിയത്. ജൂലൈ 22 ശനി, 23 ഞായർ തീയതികളിലായിട്ടാണ് കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രകൃതി സംരക്ഷണ കേന്ദ്രവും പയ്യൂർ ALP സ്കൂളും സംയുക്തമായി പ്രകൃതി സംരക്ഷണ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രകൃതി സംരക്ഷണ സംഘവും പയ്യൂർ ALP സ്കൂളും സംയുക്തമായി ഹോമിയോപ്പതിക് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CB വത്സരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഡെന്നി പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഇതോടനുബന്ധിച്ച് ഫലവൃക്ഷത്തായി വിതരണോദ്ഘാടനം ജൂനിയർ SI ബിനുലാൽ നിർവഹിച്ചു. പ്രധാന അധ്യാപിക KV പ്രഭ, ഡോക്ടർമാരായ നിഖിൽ ജോസ്, ഫ്രാൻസിസ്, ജിത്തു പി, PTA പ്രസിഡന്റ് ഷാജി തോമസ്, വിജിലി പാപ്പച്ചൻ, KJ മറിയാമ്മ, CT മീകൾ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്കായി MLAയുടെ ആസ്തി ഫണ്ടിൽ നിന്നും 1,35,00,000 രൂപ അനുവദിച്ചതായി മന്ത്രി AC മൊയ്തീൻ. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പഴഞ്ഞി സെന്റ് മേരീസ് ദേവാലയത്തിലെ കുരിശുപള്ളി പെരുന്നാൾ സമാപിച്ചു. കുന്നംകുളത്തെ ജവഹർ സ്ക്വയർ ഇൻഡോർ സ്റ്റേഡിയത്തിനകത്ത് വുഡൻ കോർട്ട് നിർമ്മാണം ആരംഭിച്ചു. മലങ്കര സഭ തേജസ് ജോസഫ് മാർ ദിവന്യാസിയോസ് രണ്ടാമന്റെ 108ാം ഓർമ്മദിനം പെങ്ങാമുക്ക് പള്ളിയിൽ ആഘോഷിച്ചു. ചിറക്കൽ IG സ്കൂളിലെ മെറിറ്റ് ഡേ വ്യവസായ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിന് കീഴിലുള്ള സെന്റ് തോമസ് കുരിശുപള്ളിയുടെ പെരുന്നാളിന് കൊടികയറി. പ്രകൃതി സംരക്ഷണ കേന്ദ്രവും പയ്യൂർ ALP സ്കൂളും സംയുക്തമായി പ്രകൃതി സംരക്ഷണ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.